Hey guys, welcome back to the video. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഓഫ്-റോഡ് RC കാർസിൻ്റെ കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് കാർസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചു തരാം. അതിൽ നിങ്ങൾ കണ്ട വണ്ടികളുണ്ടാവും, നമ്മുടെ പിന്നെ കാണാത്ത വണ്ടികളുണ്ടാവും. അപ്പോൾ എല്ലാം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ആക്കാം. ഇതിനുള്ളിലാണ് എല്ലാ വണ്ടികളും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫ് റോഡ് RC കളക്ഷൻ. ഏകദേശം ഒരു 9 വണ്ടിയോളം ഉണ്ട്. നമ്മൾ കുറേ വണ്ടികളൊക്കെ ഈ അടുത്ത് വാങ്ങിയതാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വണ്ടി ഉണ്ടാവും, ഇതും നമ്മൾ ഈ അടുത്ത് വാങ്ങിയതാണ്. പിന്നെ ഡിഫൻഡർ, പിന്നെ നമ്മുടെ ജീപ്പ്. അപ്പോൾ എല്ലാവരെയും നമുക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കാൻ വേണ്ടി എല്ലാത്തിനെയും പറ്റി ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഈ കാണുന്ന 8 വണ്ടികളാണ് നമ്മുടെ ഓഫ് റോഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ജീപ്പ് ഇരിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് മോഡിഫിക്കേഷനൊക്കെ ചെയ്ത TRX സ്പോട്ടിൻ്റെ മുകളിൽ, അതായത് ട്രാക്സസിൻ്റെ വണ്ടിയിൽ നമ്മൾ ആക്സിയൽ ബ്രാൻഡിൻ്റെ ബോഡിയൊക്കെ കയറ്റി നമ്മൾ അത്യാവശ്യം നല്ല ഹെവി ബിൽഡൊക്കെ ചെയ്ത വണ്ടിയാണ്. നല്ലപോലെ പൈസ ഒട്ടിച്ച വണ്ടിയാണ്. അത് നമ്മുടെ ജീപ്പ്. പിന്നെ TRX4 ബ്രോങ്കോ, നമ്മുടെ ഡിഫൻഡറിൻ്റെ പോലെ തന്നെ ഗിയറും കാര്യങ്ങളും 2 സ്പീഡ് സംഭവങ്ങളൊക്കെ ഉള്ളൊരു മോഡലാണ് നമ്മുടെ TRX4 ബ്രോങ്കോ എന്ന് പറയുന്നത്. ക്ലാസിക് ബ്രോങ്കോ ആണ്. ഓക്കെ, പഴയ ബ്രോങ്കോ. ഇത് TRX സ്പോർട്ടാണ്. സെയിം നമ്മുടെ ജീപ്പിൻ്റെ ചാസി. അതിൽ നമ്മൾ മിലിറ്ററിയുടെ ബോഡി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൽ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ വീഡിയോ ചെയ്ത നമ്മുടെ G-Wagon, ബെൻസ് G-Wagon. ഇതും ട്രാക്സസിൻ്റെ വണ്ടി തന്നെയാണ്. ഇനി ഇതിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡിഫൻഡർ, ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ്. ഇതിലും അത്യാവശ്യം മോഡിഫിക്കേഷൻ ഉണ്ട്. മെറ്റൽ ബമ്പേഴ്സ്, വിഞ്ച്, ടയേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ മാറിയിട്ടുണ്ട്. ഇനി അടുത്തതാണ് ആക്സിയലിൻ്റെ ബോംബർ എന്ന് പറയും. ഇവനെനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ വന്നപ്പോൾ കുറച്ചൊക്കെ ഓടിച്ച് നോക്കി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഈ ചാടി കല്ലൊക്കെ കയറി പോകുന്നു, അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ ഇത് പറഞ്ഞ പോലെ ഇതിൻ്റെ സസ്പെൻഷനൊക്കെ ഉണ്ടോ, ബ്ലൂ കളർ, നമ്മുടെ കിങ് ഷോക്കിൻ്റെ സ്കെയിൽ സസ്പെൻഷനാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് റീപ്ലേസ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ ആക്സിയലിൻ്റെ ജീപ്പ്, ഈ ഒരു മോഡൽ സെയിം ആ ഒരു റോക്ക് ക്രൗളർ എന്നൊക്കെ പറയും. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു എന്താ പറയുക, സെയിം ലൈക്ക് ടോയ്സും ഇറങ്ങുന്നുണ്ട്. ഒരു 6000 രൂപ റേഞ്ചിൽ കിട്ടുന്ന ടോയ്സും ഇറങ്ങുന്നുണ്ട്. പക്ഷേ ആ ഒരു മോഡലൊന്നും വിചാരിക്കരുത് നിങ്ങൾ. ഇത് പക്ക ഹോബി ഗ്രേഡ് ആയിട്ടുള്ള ആക്സിയൽ ബ്രാൻഡിൻ്റെ വണ്ടികളാണ്. ഇതിൻ്റെ കോപ്പീസാണ് ആ ടോയ് ഗ്രേഡ് RC കാർസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് അതാരും പോയി മേടിച്ചേക്കാം കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ബ്രോങ്കോ. ഇത് അത്യാവശ്യം ലിഫ്റ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രോങ്കോയാണ്. ഈ ബ്രോങ്കോയും നമ്മുടെ LC പഴയ ലാൻഡ് ക്രൂയിസർ. ഇത്രയും വണ്ടികളാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത്. നമ്മളിത് ഇത്രയും വണ്ടികളെടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോ പർപ്പസ് ഉണ്ട്. ഷോയ്ക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇത്രയും വണ്ടികളുണ്ടെങ്കിൽ നൈസായിരിക്കും. അതുപോലെ പിന്നെ ഇതൊരു ഭ്രാന്തല്ലേ, അതിൻ്റെ പുറത്തങ്ങ് എടുക്കുന്നത്. നമുക്കിന്ന് ഈ ബോംബറിനെ നമുക്ക് ചുമ്മാ ഒന്ന് ഓടിക്കാം. കാരണം ഈ ബാക്കിയുള്ള എല്ലാ വണ്ടികളും നമ്മൾ ഓൾമോസ്റ്റ് ഓടിച്ചു, എല്ലാം സെയിം സ്പെക്കാണ്. റോക്ക് ക്രൗളർ നമ്മളിതുവരെ നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഈ 2 മോഡൽസാണ് ക്രൗളിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബോംബർ ഇന്ന് കുറച്ച് റണ്ണിങ് ഒക്കെ നടത്താം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യണം. ഏത് വണ്ടിയാണ് നിങ്ങളുടെ ഫേവറേറ്റ്? മിക്കവാർക്കും ഒറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ, പക്ഷേ അത് ഞാൻ പറയുന്നില്ല, അത് നമ്മുടെ കമൻറ്റിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് 2 ബ്രാൻഡ് RC കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവന്മാർ ടാമിയ ബ്രാൻഡിൻ്റെ ബ്രോങ്കോയും LCയുമാണ്. അപ്പോൾ ഇവന്മാരുടെ ചാസി ഞാൻ കാണിച്ചു തരാം. ഭയങ്കര രസമാണ്. മറ്റുള്ള വണ്ടീനെ അപേക്ഷിച്ചിട്ട് ഇതിനകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പ്രിങ്സ് ഇവിടെയും സസ്പെൻഷൻ ഇതുണ്ടോ, ഇതുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. 4 അങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ചാസിയൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഓക്കെ, മറ്റു വണ്ടികൾ കയറുന്ന പോലെ കയറില്ല, പക്ഷേ കാണാൻ അടിപൊളിയാണ്. എന്നാലും പെർഫോമൻസ് ഒക്കെ ഉള്ള മോഡലാണ്. പക്ഷെ മറ്റുള്ളതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഡിഫറൻ്റ് ആണ് ഇവന്മാർ 2 പേരും. അപ്പോൾ നമ്മുടെ RC കാറൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവനെ ഓടിക്കാൻ പോകുന്നത് നമ്മുടെ ഒപ്പം സഞ്ജയ് ബ്രോ ഉണ്ട് നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഇപ്പോൾ സമയം എത്രയായി? ഇപ്പോൾ 9 മണി. ഗൈസ് 9 മണിയായി. നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയതാ? 6 മണിക്ക് പ്ലാൻ ചെയ്ത്, പക്ഷെ ഇറങ്ങിയപ്പോൾ 8 മണിയായി. ഇത് വീട്ടിൽ നിന്ന് എടുത്ത് വണ്ടി കയറ്റാൻ തന്നെ കുറച്ച് സമയം എടുത്ത്. വിചാരിക്കുന്നതല്ല, കുറച്ച് ചില വണ്ടികൾക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്തൊക്കെ നമുക്ക് കുറച്ച് വെയിറ്റ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ബോംബറിൻ്റെ ബാറ്ററി ഡ്രൈവ് കാണിച്ചു കേട്ടോ, ഭയങ്കര രസമാണ്. എൻ്റെ ഫ്രണ്ട് ബോണറ്റ് അങ്ങ് തുറക്കണം, അവിടെയാണ് ബാറ്ററി ഡേ ഇരിക്കുന്നത്. ഇതിങ്ങനെ തുറക്കുന്നു കണ്ടോ, പിന്നെയും ഒരു ലോക്ക് ഉണ്ട്, അത് നമ്മൾ മാറ്റുന്നു. കണ്ടോ, ഇവിടെയാണ് ബാറ്ററി ഡ്രൈവ് വന്നിരിക്കുന്നത്.
അപ്പോൾ ഈ ബാറ്ററി നമ്മൾ 3S ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. 3S ബാറ്ററി നമ്മൾ ഇതിലോട്ട് സെറ്റ് ചെയ്യും. ഗൈസ് നമ്മളങ്ങനെ ബാറ്ററി സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. റിമോട്ട് സഞ്ജയ് പ്രോഡയിലാണ്. ഗൈസ് ഇപ്പോൾ ഈ വണ്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടെറൈനൊന്നും നിലവിൽ ഇവിടെ ഇല്ല. അപ്പോൾ നമുക്കിവിടെ ഒരു കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കല്ലുകൾ ഒരുപാട്, ഇപ്പോൾ നമ്മളിപ്പോൾ പാറമട പോലുള്ള സ്ഥലം അങ്ങനെയൊക്കെ നമ്മൾ കണ്ടെത്തണം ഇതൊക്കെ ഓടിക്കാനായിട്ട്. ഇതിങ്ങനെ കല്ല് പോലുള്ള സ്ഥലത്തോട്ടൊക്കെ ഇങ്ങനെ കണ്ടോ. അയ്യോ അപ്പുറത്ത് കല്ലൊന്നുമില്ല, അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു വൈബ് വണ്ടിയാണ്. അതായത് ആക്ച്വലി നമ്മുടെ ഇവിടെ നടക്കുന്ന ഓഫ് റോഡ് റേസിൻ്റെ ട്രാക്കൊക്കെ വെച്ചിട്ടുള്ള റേസില്ലേ, അതിൽ പണിതിറക്കുന്ന പോലത്തെ ഒരു ഡിസൈനുള്ള വണ്ടി. മറിഞ്ഞ് ഇതിന് വേറെ ഡിഫറൻസ് ലോക്കോ അല്ലെങ്കിൽ ഡുവൽ സ്പീഡോ കാര്യങ്ങളൊന്നുമില്ല, ഒറ്റ സ്പീഡാണ്. പക്ഷെ അത്യാവശ്യം സ്പീഡുണ്ട്. അത്യാവശ്യം നമുക്ക് പതിയെ ഓടിച്ച് കൊണ്ടുപോവുകയും ചെയ്യാം. അടിപൊളി വണ്ടിയാണ്. ഡ്രാഗ് ബ്രേക്കൊക്കെ ഓൾറെഡി ഇതിനകത്ത് ESCയിൽ സെറ്റായിട്ടിരിക്കുകയാണ്. ഇത് 3S വാട്ടർ പ്രൂഫ് ESC ആണ് ഇതിൽ വന്നിരിക്കുന്നത്, ആക്സിഡൻറ്റ് തന്നെ. അതുപോലെ തന്നെ സെർവോ ഫുൾ മെറ്റൽ ഗിയർ ആയിട്ടുള്ള സെർവോസ് വന്നിട്ടുണ്ട്. 35T മോട്ടറാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേറെ അപ്ഗ്രേഡേഷൻസ് കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ആയിട്ടുള്ളൊരു വെഹിക്കിളാണിത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓഫ് റോഡ് കളക്ഷൻ. നിങ്ങൾ കണ്ടു, ഓഫ് റോഡ് കളക്ഷൻ മാത്രം, വേറെ വലിയ വലിയ വണ്ടികൾ വേറെ ഉണ്ട്. എല്ലാം കൂടി നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല, സീനാണ്. അപ്പോൾ എല്ലാ വണ്ടികളും കളക്ഷൻ നമുക്കൊരു വീഡിയോ ചെയ്യാം, എപ്പോഴെങ്കിലും ചെയ്യാം. കാരണം ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ സീനാവും. പിന്നെ നമ്മൾ ഈ വലിയ വണ്ടികൾ ചുമക്കുമ്പോഴത്തേക്കും നമ്മുടെ ആർമ 8S ക്രേട്ടൺ അല്ല ഔട്ട്കാസ്റ്റ് 8S ഒക്കെ ഭയങ്കര വെയിറ്റാണ്, ഒരു രക്ഷയില്ല. നടുവൊക്കെ പോകും, അമ്മാതിരി വെയിറ്റാണ്. അപ്പോൾ അതാരണമാണ് അതൊക്കെ എപ്പോഴും ചുമന്നുകൊണ്ട് വരാത്തത്. അത് ഓടിച്ചിട്ട് പോലും ഇല്ല ഇതുവരെ. കാരണം എപ്പോഴും നമ്മൾ ഈ ഹെലികോപ്റ്റേഴ്സിൻ്റെ പുറകെ ആയതുകൊണ്ട് ഹെലികോപ്റ്റേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഗൈസ്. അതുപോലെ തന്നെ ചിലവേറിയ പരിപാടിയാണ്, ക്രാഷ് ആയി കഴിഞ്ഞാൽ സീനാണ്. പിന്നെ അതുപോലെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിലൊക്കെ ഇഷ്ടംപോലെ കാണുന്ന സംഭവങ്ങളാണ്. എനിക്ക് ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നതിന് വല്ല കാറോ അല്ലെങ്കിൽ വല്ല ബൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൂടെയാണ്. ബൈക്ക് എനിക്ക് ഇഷ്ടമല്ല, ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാനത് നിർത്തി. കാറുകൾ ഗൈസ്, നമുക്ക് കാറുകളുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ കാറില്ലാത്ത ആൾക്കാരൊന്നുമല്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഒരു വലിയ വണ്ടി വിറ്റിട്ടാണ് ഞാൻ ഈ RC കാർസൊക്കെ പോലത്തെ കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. ഇതും ഒരു ഹോബിയാണ്. ഇപ്പോൾ ഫിഷിങ് ഒരു ഹോബിയാണ്, അല്ലെങ്കിൽ ഹണ്ടിങ് ഒരു ഹോബിയാണ്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഒരു കാറ്റഗറിയിൽപ്പെട്ട സംഭവമാണ് ഹോബി. ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് എന്തായാലും അറിയാം. ഇപ്പം നിങ്ങൾ ഒരെണ്ണം നിങ്ങൾ ഇതിനകത്ത് ഒരു RC കാർ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു 90% ആൾക്കാരും ഇതിനോട് അഡിക്റ്റ് ആവും. അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരുപാട് കാശ് മേടിക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് തോന്നും. അതാണ് എൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട്. നിങ്ങൾക്ക് ഈ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഔട്ട്കാസ്റ്റ് 8S ആയിരിക്കും, ചിലപ്പോൾ ഹെലികോപ്റ്റർ ആയിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. മഴയൊക്കെയാണ്, ഇതിലേക്ക് ഫ്ലൈ ചെയ്യാൻ ചാൻസ് കുറവാണ്. ഇപ്പോൾ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് നമ്മൾ കാർസ് മാത്രമായിട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട്. ഗൈസ്, അടുത്ത വീഡിയോ കാണാം.